ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചവച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ കൊഞ്ചം പൊരിച്ചതാണ്. അപ്പോൾ ഇതാ മൂന്നാളും അവിടെ ഇരുന്നിട്ട് ഇതാ കാർട്ടൂൺ കാണുന്നുണ്ട്. ഫാൻ ഇട്ടിട്ടൊക്കെ മുടി പാറി മുഖത്തെത്തുന്നു. ഞാൻ ഫാനും ഓഫാക്കിയിട്ട് ചോറ് കഴിക്കാനിരുന്നു കേട്ടോ. നമ്മളെ കമലേച്ചി ഉണ്ടാക്കിയ നല്ല മാങ്ങ അച്ചാറുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കൊഞ്ചം പൊരിച്ചതും ഉണ്ട്. പിന്നെ ഏച്ചി ഇങ്ങനെ ഉള്ളിയെല്ലാം ഇട്ടിട്ടൊന്ന് വെറുതെ വരട്ടിയെടുക്കുമല്ലോ, അതുപോലത്തെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ മുരിങ്ങാക്കോല് കറി, അങ്ങനെ അതെല്ലാം കൂട്ടി കഴിച്ചു. അങ്ങനെ കാർട്ടൂണെല്ലാം കണ്ടിട്ട് എല്ലാവർക്കും അമ്മ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാന്ന് വീടിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. ഒരാളിതാ വണ്ടി ഓടിക്കുന്നുണ്ട്, മറ്റേയാൾ കളിസാധനങ്ങളെടുത്ത് കളിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ മൂന്നാളിതാ കുളിച്ച് മാറ്റി റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഏച്ചി മക്കളെല്ലാം തിരിച്ച് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ. ഇപ്പം അകത്ത് മുഴുവൻ ഇതുപോലെ ലഹളിയാണ്. അപ്പം ഇതൊന്നും ഇപ്പം എടുത്തേക്കാൻ പറ്റില്ല, അവർ പോയിട്ടാകുമ്പോൾ എല്ലാം എടുത്തേക്കാന്ന് വിചാരിച്ച്. അപ്പം നമ്മൾ സാൻവിക്കുട്ടി എനക്കൊരു പൊട്ടും കൂടി വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. എന്തോ ഒരു ബോറടി ദിവസം എന്ന് പറയാം. പിന്നെ അവർ പോകുന്നൊരു വിഷമം അങ്ങനെയല്ലോ. അങ്ങനെ റിക്കൂട്ടിന് ഇതാ സോക്സും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ചെരുപ്പെല്ലാം നമ്മൾ സാൻവി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാൻവി വാലിട്ട് കണ്ണെല്ലാം എഴുതി റിക്കൂട്ടിനെ സുന്ദരനാക്കിയിട്ടുണ്ട്. അപ്പം അമ്മ ചേച്ചി പോകുന്നതിന് മുന്നേ ഒക്കെ നമ്മൾ ഉരുളക്കിഴങ്ങിനെ കൊണ്ട് പക്കോടയില്ല അതാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉരുളക്കിഴങ്ങിന് മുറിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ റിക്കൂട്ടൻ പോയിട്ട് ചോദിക്കുക, അതെന്നാ അമ്മമ്മേ അതെന്നാണ്. അങ്ങനെ പിന്നെ അങ്ങനത്തെ പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മൂന്നാളും കൂടി മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവരെ നോക്കാൻ വേണ്ടി ഞാനും പുറത്തിറങ്ങി. ഏച്ചി മാറ്റാൻ നോക്കുന്ന തിരക്കാണ് കേട്ടോ. അപ്പം മൂന്നാളിങ്ങനെ കളിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ആറിയിട്ട തുണിയെല്ലാം അങ്ങ് എടുത്തേക്കാണ്. അപ്പം ഒരു സൈഡ് എടുത്തതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ അറിഞ്ഞത് ഇപ്പുറത്തെ സൈഡുള്ളതും എടുക്കാൻ. അപ്പോൾ ആ സംഭവം എന്ന് പറഞ്ഞാൽ പിള്ളേരോട് ഞാനിപ്പം പറയും, മുട്ടായിക്കടലാസ് മുറ്റത്ത് ചാടല്ല. നമുക്കിപ്പം പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവർക്ക് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ സാൻവിനെ കൊണ്ടത് എടുപ്പിച്ചോളാ ചാടിയത് എന്ന് പറഞ്ഞ്. ഉറുമ്പ് വരുന്നു, അതാണ് മെയിനായിട്ട്. ഇവരും കളിക്കുമ്പോൾ ഇവരെ കടിക്കൂലേ. അങ്ങനെ പിന്നെ എല്ലാവരും അകത്ത് കയറി. അമ്മ ഉരുളക്കിഴങ്ങ് പക്കോടയാക്കി. അപ്പോൾ അത് കഴിക്കും. ഞാനെന്തെല്ലോ മുഖത്ത് കാണിക്കുന്നുണ്ട് ആക്ഷനെല്ലാം. പൊള്ളിപ്പോയി കേട്ടോ. അതാണ് പൊള്ളല്ല, അത് ചൂടുണ്ടല്ലോ നമ്മൾ ചൂടോടെ കഴിക്കുമ്പോൾ അത്. പിന്നെ എൻ്റെ മുടിയും കോലൊന്നും കണ്ടിട്ട് ആരും ഞെട്ടണ്ട, ചൂടെടുത്തിട്ട് പൊക്കി വെച്ചതാണ് കേട്ടോ മുടി അങ്ങോട്ടേക്ക്. അങ്ങനെ നമ്മൾ ഞാനും സനയും കൂടിയിട്ട് പക്കോട കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം നമ്മൾ സനയും അച്ഛനും റിക്കൂട്ടിനും പീടികയിൽ പോയിട്ടുണ്ട് പാല് വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരെ നോക്കിയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അപ്പം എൻ്റെ കോലം എന്താ ഇങ്ങനെ അല്ലേ. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇടാനൊന്നുമില്ല, അതുകൊണ്ട് അത് ആരെയും അങ്ങ് ഇടുവാണ്. പിന്നെ ഓരോ സമയം വീഡിയോ എടുക്കുന്നതിന് മുടി കെട്ടുകൊണ്ടിരിക്കാൻ പറ്റൂലല്ലോ. ഓക്കെ, അത് പോട്ടെ. അങ്ങനെ പിന്നെ സനയും വന്നിട്ടുണ്ട്. വരുമ്പോൾ ഫാമിലി പേക്ക് ഐസ്ക്രീമും കൊണ്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ അതും എടുത്തിട്ട് ഓടി വരുന്നുണ്ട് രണ്ടാളും. ഞാൻ നോക്കുമ്പോൾ റിക്കുവിനെയും അച്ഛനെയും കാണില്ല. അപ്പം മനസ്സിലായി അച്ഛൻ മെല്ലനെ നടക്കും. അപ്പം റിക്കു കയ്യെല്ലാം പിടിച്ച് മെല്ലനെ നടന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പം നോക്കുമ്പോൾ റിക്കുവിൻ്റെ കയ്യിലുണ്ട് വേറൊരു സാധനം, നോക്കുമ്പോൾ ചോക്കോബാർ കേട്ടോ. അപ്പോൾ ഓന് വേണ്ടിയിട്ട് ചോക്കോബാറും വാങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് അച്ഛനും റിക്കൂട്ടനും വന്നിട്ട് എന്നോട് പറഞ്ഞു പീതിയെന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇന്നലെ റിക്കൂട്ടിൻ്റെ സൗണ്ട് വന്നിട്ടാണ് തോന്നുന്നു നമ്മളെ കമൻറ്റ് ബോക്സ് ഓഫായത്. അതുകൊണ്ട് തൽക്കാലം ഇന്ന് കുട്ടികളെ വോയിസ് ഒന്നും ഇതിൽ വരുന്നില്ല കേട്ടോ. അങ്ങനെ റിക്കൂട്ടൻ ഇതാ അവൻ്റെ കോൺ ഐസ്ക്രീം കോണല്ല അത് കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചേടാ എനിക്ക് തരുവാടാ കുറച്ചെന്ന് ചോദിച്ചിട്ട് തരുന്നില്ല കേട്ടോ. ഓന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അതെന്തായാലും ഓൻ ഒരാൾക്കും കൊടുക്കുമല്ലോ. അല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പുതിയതെല്ലാം പറഞ്ഞ് തരും കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ കോലം കാണുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ എന്നുള്ള കമൻറ്റ് ചെയ്തു കേട്ടോ. വേറെ വഴിയില്ല. അങ്ങനെ റിക്കൂട്ടൻ ഇതാ നമ്മളെ ഐസ്ക്രീം വന്നിട്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഓൻ പിന്നെ ഓൻ്റെതും തീർത്തിട്ട് അകത്ത് വന്നിട്ട് നമ്മളെ ഫാമിലി പാക്കിൻ്റെ കുഞ്ഞി ഡബ്ബയില്ല അതിൻ്റെ അകത്തുനിന്ന് ഐസ്ക്രീം കഴിച്ചേട്ടോ. അങ്ങനെ കഴിക്കലും തിന്നലെല്ലാം കഴിഞ്ഞിട്ട് ഇതാ പിന്നെയും മുറ്റത്തിറങ്ങിയിട്ട് കളിക്കുന്നുണ്ട് മൂന്നാളും കൂടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു 10 മിനിറ്റ് 15 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. പിന്നെന്താ അങ്ങനെ ഇങ്ങനെ കളിച്ചുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഓട്ടോ വന്നു. അപ്പം ഏച്ചി പോകുന്ന വിഷമത്തിലാണ് കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാവരും ഓട്ടോ. അപ്പോൾ സനിക്ക് പോകണമെന്നേ ഉണ്ടായിട്ടില്ല, അതായത് ഏച്ചീൻ്റെ മോന് അങ്ങനെ അവൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകണമെന്നേ ഇഷ്ടമുണ്ടായിട്ടില്ല. ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ട് ഓനിതാ ആടെ പോയിട്ട് നിൽക്കുന്നുണ്ട്. ഓട്ടോ വന്നിട്ടും പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞടാ നമ്മൾ നാളെ ചുഴലിയിലേക്ക് നിധിമാമൻ്റെ വീട്ടിലേക്ക് പോകും, അതായത് പിന്നെ നിങ്ങളുടെ ഒറ്റക്ക് നിൽക്കണ്ടേ എന്നെല്ലാം പറഞ്ഞപ്പോൾ ശരിക്കും പോകുമെന്നെല്ലാം ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ പോകും. അങ്ങനെയാണ് ലാസ്റ്റ് മൂപ്പരൊന്ന് തലയും താത്തിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അവന് പോകണമെന്ന് തീരെ ഇഷ്ടമായിട്ടായിട്ടില്ല, എന്നിട്ടും ചർച്ചയെല്ലാം ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇതാ അവരെല്ലാവരും പോയി. അപ്പം റിക്കൂട്ടനും അച്ഛനും കൂടിയിട്ട് ഏച്ചിനെ കൊണ്ടാക്കാൻ പോകുന്നതാണ് കേട്ടോ. വെറുതെ റിക്കൂട്ടനൊരു യാത്രയാകുമല്ലോ, അത് തന്നെ.
അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ പോയി. പിന്നെ എനിക്ക് ഇവിടുന്ന് ബോറടിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ ബാക്കിയുള്ള എന്തെല്ലോ കുറച്ചെടുക്കും ഡ്രസ്സ് എടുത്ത് വെക്കാനും, പിന്നെ മീൻസ് അവൻ്റെ കൊട്ടയിലെല്ലാം അവിടെ ഇവിടെയും വലിച്ചിട്ട പോലെയാണുള്ള, അങ്ങനെ അതെല്ലാം എടുത്ത് വെക്കും വെക്കലും ചെയ്യാന്ന്. പിന്നെ അമ്മയും അവിടെ നിൽക്കുന്നുണ്ട്, നമ്മളിങ്ങനെ പിള്ളേരെ കൊണ്ടെല്ലാം എന്തെല്ലോ വർത്താനം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് എനിക്കെന്തോ ഓർഡറൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പം എന്താ വേറെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ പണിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. എന്തോ ഒരു സുഖമില്ലാത്തൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. അങ്ങനെ എന്താ പറയുക, നമുക്ക് തുണിയെല്ലാം വന്നാൽ അത്യാവശ്യം തിരക്കാവും. അതിൻ്റെ വീടെടുക്കൽ, കാര്യങ്ങൾ, പാക്കിങ്, അയച്ചു കൊടുക്കൽ, അങ്ങനെയെല്ലാം വരുമ്പോൾ ഒരു രസമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വെറും ബോറടി. അപ്പം ഞാൻ ഇതുപോലത്തെ ക്ലീനാക്കൽ പരിപാടിയിൽ ഏർപ്പെടും കേട്ടോ. അങ്ങനെ ഇത് റിക്കൂട്ടൻ്റെ കുപ്പായെല്ലാം അടുക്കിയും പൊറുക്കിയെല്ലാം വെക്കുവാണ്. പിന്നെ ഇതിൽ കുറച്ച് കുപ്പായം റിക്കൂട്ട ചെറുതായിട്ടുണ്ട്, അതെല്ലാം മാറ്റണം. എന്നിട്ട് കുറച്ച് നല്ല കുപ്പായം അതിലേക്ക് വെക്കണം. അങ്ങനെയെല്ലാം പ്ലാൻ ഉണ്ട്, ആയിട്ടില്ല. തൽക്കാലം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ റിക്കൂട്ടൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് വെക്കുവാണ് കേട്ടോ. അങ്ങനെ റൂം മൊത്തത്തിൽ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇപ്പുറത്തെ ഭാഗത്ത് നേരത്തെ പിള്ളേരെല്ലാം കൂടി കളിച്ചിട്ട് ഇട്ട് വെച്ച നമ്മളെ ആ കളി സാധനങ്ങളില്ല, അതെല്ലാം ഒന്ന് എടുത്ത് വെക്കണം. പിന്നെ ആറിയിട്ട് എടുത്ത് വെച്ചത് മടക്കി വെക്കാനുണ്ട് കേട്ടോ. എൻ്റെ കോലം കണ്ടിട്ട് ആരും ഒന്നും ദയവ് ചെയ്ത് പറയരുത്, ചൂടെടുത്തിട്ട് എടുത്ത് വെച്ച പണിയാണത്. പിന്നെ ഈ എന്താ പറയുക, വലിയ നീളമുള്ള മുടിയായിട്ട് കെട്ടി വെച്ചാലും വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു മുടി ആടിയുടെയും പാറി നിൽക്കാനേ. പിന്നെ താരനുള്ളതുകൊണ്ട് ഇപ്പം ഞാൻ അങ്ങനെ വെളിച്ചെണ്ണ ഒന്നും തലേ തേക്കലില്ല കേട്ടോ. അങ്ങനെ അമ്മേനോട് വർത്താനം പറഞ്ഞിട്ട് ഞാൻ എന്താ കളിസാധനങ്ങളെല്ലാം എടുത്തേക്കുവാണ്. അപ്പോഴൊക്കെ ജീനാമി വന്നിട്ട് ഞാൻ ജീനാമിനോട് വർത്താനം പറഞ്ഞു. പിന്നെ അമ്മ അകലെല്ലാം അടിച്ചു വാരി കേട്ടോ. പിന്നെ ഇതൊന്ന് കുളിച്ചെല്ലാം വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് അച്ഛനും റിക്കൂട്ടനും എത്തിയിട്ടുണ്ടായിരുന്നു. റിക്കൂട്ടൻ ഓട്ടോന്ന് ഇറങ്ങുമ്പം തന്നെ എന്നോട് പറഞ്ഞു ശാമ്പിയേച്ചി വന്നിട്ടില്ല. മൂപ്പർക്ക് ചെറിയൊരു വിഷമമായി കേട്ടോ, ആരും ഇല്ലായിട്ട്. അങ്ങനെ പിന്നെ ഇതാ വിളക്കെല്ലാം കത്തിച്ചിട്ട് റിക്കു എന്താ പറയുക അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ വണ്ടി ഓടിച്ച് കളിക്കുവാണ്. പിന്നെ ആരും ഇല്ലെങ്കിൽ പിന്നെ റിക്കൂട്ടന് കളിക്കാൻ കൂട്ടുന്നുള്ളത് ഞാനും അമ്മയും അച്ഛനെല്ലാം തന്നെയാണ് കേട്ടോ. അങ്ങനെ അമ്മേൻ്റെ ഒന്നിച്ച് റിക്കൂട്ടൻ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഭയങ്കരമായിട്ട് റിക്കൂട്ടൻ പൊട്ടി ചിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഞാനിപ്പോൾ ഇതിൻ്റെ വോയിസ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സ് ഓഫായി പോകും. അതുകൊണ്ടാണ് ഇപ്പം വെക്കാത്തത് കേട്ടോ. റിക്കൂട്ടൻ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് അതിനെ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ റിക്കൂട്ടനും ബോറടിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഓൻ എന്നോട് കൊച്ചമ്മേൻ ടി വി വെക്കാമെന്ന് വന്നിട്ട് പറയാൻ തുടങ്ങി. അപ്പോൾ റിക്കുവിനോട് ഞാൻ പറഞ്ഞു 11 മുതൽ 15 വരെ എണ്ണാൻ പഠിച്ചാൽ ടി വി വെക്കാമെന്ന്. അങ്ങനെ കുറച്ച് അതെല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ. കണ്ട എന്നെ പിടിച്ച് വലിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ റിക്കൂട്ടിന് കുറച്ച് സമയം നമ്മളെ ലാപ്പിൽ വെച്ച് കൊടുത്തു കേട്ടോ. ഞാനിത് നമ്മളെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ കോഴ്സ് പഠിക്കാൻ സമയത്ത് വാങ്ങിയതാണ് ലാപ്ടോപ്പ്. ഇപ്പം ഇങ്ങനെ ആവശ്യമില്ലാണ്ട് കിടക്കുവാണ്. പിന്നെ റിക്കൂട്ടൻ ഇതുപോലെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് കാർട്ടൂൺ കാണാൻ വേണ്ടിയിട്ട് മാത്രമേ അത് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ രാത്രിക്ക് ഇതാ ചോറ് കഴിക്കുവാണ്. കഴിച്ച് പകുതിയായി ഓർമ്മ വന്നത്, വീഡിയോ എടുത്തിട്ടില്ലല്ലോ. അങ്ങനെ പിന്നെ അമ്മ റിക്കൂട്ടിന് ചോറ് കൊടുത്തു. അങ്ങനെ വിനോനെ കിടത്തി ഉറക്കി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ നമ്മളെ ചാനൽ മറ്റുള്ള നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ കൂടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.